കേരളത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനാണ് ചർച്ചയായിരിക്കുന്നത്. ശക്തമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസേന ലഹരി മരുന്ന് കേസുകൾ ധാരാളം പുറത്തു വരികയാണ്. സംസ്ഥാന വ്യാപക പരിശോധനകളുമായി ഓപ്പറേഷൻ തൂഫാൻ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1-2 അല്ല 3910 കേസുകളാണ്. നിരവധി പേരെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന കേരള പോലീസും അതുപോലെ എക്സൈസ് വകുപ്പും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്കും മറ്റ് എല്ലാ നിയമപാലന ഏജൻസികൾക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതൊരു സാധാരണ ഒരു ഓപ്പറേഷൻ അല്ല. നമ്മുടെ നാടിൻ്റെ ഭാവിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സാമൂഹിക ദൗത്യമായിട്ടാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിൽ ഈ ഒരു പോരാട്ടത്തിൽ അവരൊറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. കാരണം ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധം ഒരു പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഓരോ മാതാപിതാവിൻ്റെയും ഓരോ അധ്യാപകൻ്റെയും ഓരോ ഡോക്ടറുടെയും ഓരോ മത നേതാവിൻ്റെയും ഓരോ യുവാവിൻ്റെയും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. ലഹരി ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം നശിപ്പിക്കുന്നു, അതുപോലെ അവരുടെ ചിന്താശേഷി നശിപ്പിക്കുന്നു, തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അങ്ങനെ പഠനം നശിക്കുന്നു, ജോലി നഷ്ടപ്പെടുന്നു, കുടുംബം നഷ്ടപ്പെടുന്നു, പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, മാനസിക രോഗമുണ്ടാവുന്നു. അങ്ങനെ സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് ഇവർ മാറുന്നു. പലപ്പോഴും ഈ എമർജൻസി വിഭാഗത്തിൽ വരുന്ന ചില രോഗികളുണ്ട്. റോഡപകടങ്ങൾ കഴിഞ്ഞവരും, കുത്തേറ്റ കേസുകളും, ആക്രമണങ്ങൾ കഴിഞ്ഞവരും, ആത്മഹത്യാ ശ്രമങ്ങളും, കുടുംബ ഹിംസകളും, അതുപോലെ ചില കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ നേരിട്ടോ അല്ലാതെയോ ലഹരിയുടെ സ്വാധീനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനാൽ ലഹരി ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളെല്ലാവരും ഇത് മുന്നോട്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമാണ് കാണുന്നത്. പക്ഷെ അതിന് പിന്നിൽ കരയുന്ന ശരിക്കും ഒരു അമ്മയുണ്ട്, ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു അച്ഛനുണ്ട്, പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സഹോദരനുണ്ട്, സമൂഹത്തെ നേരിടാൻ കഴിയാതെ തകർന്നു പോകുന്ന ഒരു കുടുംബവും ഉണ്ടാവും. ലഹരി ഒരാളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ആ കുടുംബത്തിന്റെ സമാധാനവും പ്രതീക്ഷയും ഭാവിയും എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലഹരിയുടെ രൂപവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് ചില പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് വരും, കോളേജ് വിദ്യാർത്ഥികൾക്കും വരെ ഇതുണ്ടായി. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യം, ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൈപൊക്കി. എന്നിട്ട് ചോദിച്ചു, ഈ ഡ്രഗിൻ്റെയും ഒരു സ്വാദ് നമുക്ക് കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും കൈപൊക്കി. അത് വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് 10 വർഷം മുമ്പ് തോന്നിയത്. ആ ഒരു കാലഘട്ടം ഇപ്പോൾ മാറി, ഇപ്പോൾ വളരെ കോമൺ ആയി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ മാത്രമെന്ന് തുടങ്ങുന്ന പല കാര്യങ്ങളും പിന്നീട് ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന ഒരു അടിമത്തമായി മാറുകയാണ്. കാരണം ആദ്യം കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ കിട്ടണമെങ്കിൽ അമിതമായ ഡോസ് എടുക്കണം. പിന്നെ അതേ ഡോസ് എടുത്താൽ പോലും അത്രയും നോർമലായിട്ടിരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ആ സന്തോഷം കിട്ടണമെങ്കിൽ വീണ്ടും ഹൈ ഡോസ് എടുക്കണം. അങ്ങനെ പതുക്കെ നമ്മൾ അഡിക്റ്റായി മാറുകയാണ്. നിയമത്തിന്റെ ഏറ്റവും കർശനമായ നടപടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുട്ടികളുടെ ജീവിതം കച്ചവടമാക്കുന്നവരെയാണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത്. ഈ പിടിക്കപ്പെടുന്ന കുട്ടികളാണെങ്കിലും യുവാക്കളെയും നമ്മളൊരു കുറ്റക്കാരായിട്ട് കാണാനായിട്ട് പാടില്ല. അവർക്ക് ശരിക്കും ചികിത്സ ആവശ്യമാണ്. അവർക്ക് ശാസ്ത്രീയ ചികിത്സയും കൗൺസിലിങ്ങും മാനസികാരോഗ്യ പിന്തുണയും അതുപോലെ പുനരധിവാസവും കുടുംബത്തിന്റെ സ്നേഹവും നിർബന്ധമാണ്. ശിക്ഷ മാത്രം കൊടുത്താൽ അതൊരു പരിഹാരമല്ല. ചികിത്സയും പുനരധിവാസവും ചേർന്നാൽ മാത്രമേ സ്ഥിരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവൂ. സമൂഹത്തിലേക്ക് അവരെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതൊരു അവസരം അവർക്ക് നമ്മൾ നൽകണം. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഒരു 2026 എന്നൊക്കെ പറയുമ്പോൾ. കാരണം കുട്ടികൾ എവിടെയാണ് പോകുന്നത്, ആരോടൊപ്പമാണ് കളിക്കുന്നത്, അവരുടെ ഓൺലൈൻ ഇടപാടുകൾ എന്തൊക്കെയാണ്, അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നുണ്ടോ, അതുപോലെ പഠനത്തിൽ താല്പര്യം കുറയുന്നുണ്ടോ, ഉറക്കത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, കണ്ണുകൾ ചുവന്നിരിപ്പുണ്ടോ, വീട്ടുകാരിൽ നിന്ന് അകന്നകന്ന് പോകുന്നുണ്ടോ, ഇത്തരം ചെറിയ സൂചനകൾ പോലും അവഗണിക്കാനായിട്ട് പാടില്ല. സംശയം തോന്നിയാൽ ആദ്യം അവരോട് സംസാരിക്കുക, അവരോട് കേൾക്കുക, മനസ്സിലാക്കുക, ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത്. ഓക്കെ, കുട്ടികളെ അകറ്റാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത്. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സമീപിച്ചു കഴിഞ്ഞാൽ നിരവധി ജീവനങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. ഇതിനോടൊപ്പം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണമെന്നുള്ളത്. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ പ്രോഗ്രാംസ് നടത്താറുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കിയാൽ കുട്ടികൾ ലഹരിയുടെ ദോഷഫലങ്ങൾ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് മാറുകയും ചെയ്യും. കാരണം സുഹൃത്തുക്കളാണ് സാധാരണ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇല്ല എന്ന് ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പറയാനായിട്ട് കുട്ടിയെ പഠിപ്പിക്കണം. അതുപോലെ പരാജയങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അവരെ പഠിപ്പിക്കണം.
ഒന്ന് തോൽവി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടാണ് ലഹരി കൊടുത്ത് അവർ ശീലിപ്പിക്കുന്നത്. അത് നമ്മൾ തടയണം. നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരോ നമ്പറോ പോലും അറിയില്ല, അധികാരികളെ അറിയിക്കുക. പക്ഷെ തെളിവ് വേണം. ഓക്കെ, തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുത്, നിയമത്തെ കയ്യിലെടുക്കുകയും ചെയ്യരുത്, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകൾക്കും സമീപം ലഹരി വിൽക്കുന്ന ശൃംഖലകളെ കണ്ടെത്താനായിട്ടുള്ള പ്രത്യേക നിരീക്ഷണ സംവിധാനം വേണം. ഓൺലൈൻ വഴിയുള്ള അനധികൃത വ്യാപാരം കണ്ടെത്താനായിട്ടുള്ള സൈബർ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം. സംസ്ഥാന അതിർത്തികളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അവിടെ പരിശോധനകൾ ഉണ്ടാവണം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തണം. ലഹരി വ്യാപാരത്തിൽ നിന്ന് സമ്പാദിക്കുന്ന അനധികൃത സ്വത്തുക്കൾ നിയമപരമായിട്ട് കണ്ടുകെട്ടുന്ന നടപടികളും ഒക്കെ എടുത്തു തുടങ്ങിയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തടയണമെങ്കിൽ നമ്മൾ ആവർത്തിച്ച് ഇത് സുരക്ഷ ഉറപ്പാക്കുകയും നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുകയും ചെയ്യുക. ഓക്കെ, ഗുണമേന്മയുള്ള ഡി അഡിക്ഷൻ സെന്ററുകളും പുനരധിവാസ കേന്ദ്രങ്ങളും നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇവരെ പിടിച്ച് ജയിലിട്ടാൽ മാത്രം പോരാ, ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ അവരെ നോർമലാക്കി സമൂഹത്തിലോട്ട് മാറ്റണം. ലഹരിയെ സ്റ്റൈലായിട്ടോ ഫാഷനായിട്ടോ വിജയത്തിന്റെ അടയാളമായിട്ടൊക്കെ സിനിമയിലൊക്കെ മറ്റും കാണിക്കും. അത് പ്രൊമോട്ട് ചെയ്യരുത്. ഇത് അനാരോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സിഗരറ്റോ മദ്യപാനമൊക്കെ കാട്ടും കൂടുതൽ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. യുവാക്കൾ വരെ ഇപ്പം അനുകരിക്കുന്നത് സിനിമകളൊക്കെ കണ്ടിട്ടാണ്. അത് നമ്മളായിട്ട് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരു നിമിഷത്തെ കൗതുകം കാരണമാണ് ജീവിതം മുഴുവൻ നിങ്ങൾ അടിമയായിട്ട് മാറുന്നത്. ഒരു അല്പം ധൈര്യത്തിന് വേണ്ടിയോ ഒരല്പ രസത്തിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടിയോ ഒക്കെയാണ് ട്രൈ ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ശരീരവും മനസ്സും തളർന്ന് അവരുടെ സ്വഭാവവും നഷ്ടപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്ന് അവർ കുടുംബത്തിനും വേണ്ടാത്ത രീതിയിൽ അവർ മാറാറുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ കേൾപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുക. പൊടിയോ ഗുളികയോ സിറിഞ്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റാമ്പ് പോലുള്ള സാധനമൊക്കെ നിന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുകയും പതുക്കെ അത് വീട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. കുടുംബത്തിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കണം. കുട്ടികൾ അവർ സംസാരിക്കട്ടെ, അവർ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയട്ടെ. പറയുമ്പോൾ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്. സ്കൂളുകളിലും കോളേജിലും ജോലി സ്ഥലത്തും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തോ സ്വത്തോ അല്ല, സുരക്ഷിതവും ആരോഗ്യകരവും ലഹരി വിമുക്തമായിട്ടുള്ള ഒരു സമൂഹമാണ്. ആ മാറ്റം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കണം, നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അത് ആരംഭിക്കണം, നമ്മുടെ നാട്ടിൽ നിന്ന് ആരംഭിക്കണം. കാരണം ഒരു ലഹരി വിമുക്ത കേരളം എന്നത് ഒരു സർക്കാരിൻ്റെ സ്വപ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വവും നമുക്ക് അവകാശമുള്ളതുമാണ്. പല രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കഞ്ചാവുകളും അതുപോലെ ലഹരികളും സമൂഹത്തിലോട്ട് കൊടുത്തുവിടുന്നതാണ് പലയിടത്തും അറിയാനായിട്ട് കഴിഞ്ഞത്. കാരണം അവർക്ക് ഉപയോഗിക്കുന്ന ആളുകളെ വേണം, അതായത് ലഹരിയിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ അവർക്ക് വേണം. അപ്പം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഈ ശൃംഖലയുടെ യഥാർത്ഥ ശക്തി കണ്ടെത്തുകയും ആ വിതരണക്കാരിലേക്ക് എത്തുകയും ആ ഒരു ഏരിയ അറ്റാക്ക് ചെയ്താൽ മാത്രമേ സമൂഹത്തിൽ കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ലഹരി കടത്തുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്, പക്ഷെ ശൃംഖലയുടെ ഏറ്റവും മുകളിലോട്ട് എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഈ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ആവർത്തിച്ച് ലഹരി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ വേഗത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം, വേഗത്തിലുള്ള വിചാരണ ഉണ്ടാവണം, നിയമം അനുവദിക്കുന്ന പരിധിക്കുള്ളിലുള്ള കർശനമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകുകയും വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അത് പേടിച്ച് മറ്റുള്ളവർ ഇതിൽ നിന്ന് മാറുള്ളൂ. ഈ നിയമങ്ങൾ ശക്തമായാൽ ഓട്ടോമാറ്റിക്കായിട്ട് പല ആളുകളിൽ നിന്ന് പതുക്കെ മാറും. ഈ ശൃംഖലയുടെ ശക്തി എന്ന് പറയുന്നത് പണമാണ്. ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ പണം കിട്ടുന്നത് കൊണ്ടാണ് മിക്ക ആളുകളും ഇതിലോട്ട് വന്ന് കയറുന്നത്. സ്കൂളുകളിലും അതുപോലെ കുട്ടികളിലുമൊക്കെ വളരെ വേഗത്തിൽ ഇത് എത്തിക്കാനായിട്ട് കഴിയും. അവർ വളരെ വേഗത്തിൽ അവരെ വഴിതെറ്റിക്കാനും കഴിയും. ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ധാരാളം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, കരയുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുന്ന യുവാക്കളെ കണ്ടിട്ടുണ്ട്, ജീവിതം നഷ്ടപ്പെട്ടവരെ വരെ കണ്ടിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കണമെങ്കിൽ 3 പ്രധാന കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണം. ഒന്നാമത് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം. രണ്ടാമത് ശാസ്ത്രീയമായ ചികിത്സയും പുനരധിവാസവും ഉണ്ടാവണം. മൂന്നാമത് സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും ബോധവൽക്കരണവും ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചാൽ മാത്രമാണ് ദീർഘകാല വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എനിക്ക് മാതാപിതാക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വില കൂടിയ സാധനങ്ങളോ വില കൂടിയ ഫോണോ ഒന്നും വാങ്ങിക്കൊടുക്കുന്നതിലല്ല കാര്യം. അവനോടോ അല്ലെങ്കിൽ അവളോടോ നിങ്ങൾ ദിവസം ഒരു 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിക്കുക.
അവരുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളാക്കുക, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെയും പ്രശ്നങ്ങളാക്കുക, കേൾക്കുക, അവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കുക, പരാജയങ്ങളിൽ കൂടെ നിൽക്കുക. സ്നേഹവും ശ്രദ്ധയും ലഭിക്കുന്ന കുട്ടികൾ തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കണം. ലഹരി ഉപയോഗിക്കില്ല, ലഹരി പ്രോത്സാഹിപ്പിക്കില്ല, ലഹരി വിൽപ്പന കണ്ടാൽ ഞാൻ മിണ്ടാതിരിക്കില്ല, ചികിത്സ ആവശ്യമുള്ളവരെ കൈപിടിച്ച് ഉയർത്തുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. നമ്മുടെ വീടിനെയും നമ്മുടെ നാടിനെയും അതുപോലെ നമ്മുടെ കേരളത്തെയും ലഹരി വിമുക്തമാക്കാൻ ഓരോ ദിവസവും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഓരോ മാതാപിതാക്കളും നിർബന്ധമായിട്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്താം. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ആദ്യ ദിവസം തന്നെ അത് തുറന്നു പറയില്ല. പലപ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ചില ലക്ഷണങ്ങൾ പറയാം, 1 2 മാത്രം കണ്ടാൽ അത് ലഹരി ഉപയോഗമാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയില്ല. ഇതിൽ പലതും ഒരുമിച്ച് കാണാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവഗണിക്കാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കുട്ടിയും ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ആദ്യം കുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ്. മുമ്പ് വീട്ടുകാരോട് എല്ലാം തുറന്നു സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് മിണ്ടാതാകുന്നു, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് ദേഷ്യപ്പെടുകയോ അതുപോലെ പ്രകോപിതനാകുകയോ ചെയ്യുന്നു. ഒരെണ്ണം. ചിലർ എല്ലാവരിൽ നിന്ന് അകന്നു ഒറ്റയ്ക്കിരിക്കാനായിട്ട് തുടങ്ങും. അടുത്തതായിട്ട് സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മാറ്റം. പഴയ സുഹൃത്തുക്കളെ ഒഴിവാക്കി പുതിയ സുഹൃത്തുക്കളുമായി മാത്രം സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങുക. ആ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും പറയാതിരിക്കുക. അതുപോലെ ഫോൺ ആരും കാണാതെ സംസാരിക്കുക, മെസ്സേജുകളും കോളുകളും ഒളിപ്പിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പഠനത്തിൽ നല്ല കുട്ടിയായിരുന്ന ഒരാൾ പെട്ടെന്ന് മാർക്ക് കുറയുക, ക്ലാസ്സിൽ പോകാതിരിക്കുക, ജോലിക്ക് സ്ഥിരമായിട്ട് വൈകുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തുടങ്ങിയ മാറ്റങ്ങൾ കണ്ടാലും അത് സാധാരണ മടിയായിട്ട് മാത്രം കണക്കാക്കരുത്. ഈ പറഞ്ഞ മറ്റു പോയിന്റുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഉറക്കക്രമത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നു, പകൽ മുഴുവൻ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ദിവസങ്ങളോളം ശരിയായ ഉറങ്ങാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ഭക്ഷണശീലത്തിലും മാറ്റം ഉണ്ടാകുന്നു. ചിലർക്ക് വിശപ്പ് തീരെ കുറയാം, മറ്റു ചിലർക്ക് അമിതമായ ഭക്ഷണം കഴിക്കാം. കാരണം ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന് അനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ വ്യത്യാസപ്പെടുന്നത്. വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ തുടങ്ങുക. നമ്മുടെ പണം ആരോ മോഷ്ടിക്കുന്നു. സ്ഥിരമായിട്ട് കൂടുതൽ പണം കുട്ടി ചോദിക്കുക, പണം എവിടെ ചെലവായെന്ന് വ്യക്തമായി പറയാതിരിക്കുക. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം കുറയുന്നു, കുളിക്കാതിരിക്കുന്നു, വസ്ത്രധാരണത്തിൽ അലംഭാവം ഉണ്ടാവുന്നു, മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ നല്ല സ്വഭാവം മാറി, ആത്മവിശ്വാസം കുറയുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കണ്ണുകൾ സ്ഥിരമായിട്ട് ചുവന്നിരിക്കുന്നു, കണ്ണുകളുടെ കറുത്ത ഭാഗം അസാധാരണമായിട്ട് വരുന്നു, പ്രത്യേകിച്ചും കണ്ണിൻ്റെ അടിയിൽ. ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. സംസാരത്തിൽ വ്യക്തത ഉണ്ടാകുന്നില്ല, നടക്കുമ്പോൾ ചെറിയ ബാലൻസ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അമിതമായ ക്ഷീണമോ അസ്വാഭാവികമായിട്ടുള്ള ഉന്മേഷക്കുറവോ കാണുന്നു. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കണം. അതുപോലെ കുട്ടികളുടെ മുറിക്കകത്ത് അലുമിനിയം ഫോയിലോ ഒരു പൊള്ളിയ സ്പൂണുകളോ സിറിഞ്ചുകളോ ചില ഗുളികകളോ സ്റ്റാമ്പുകളോ പൊടി വസ്തുക്കളോ അസാധാരണമായിട്ടുള്ള വേപ്പ് ഉപകരണങ്ങളോ കണ്ടു കഴിഞ്ഞാലും ശ്രദ്ധിക്കണം. അതും ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ കുഞ്ഞാണ്, ഒന്നും ചെയ്യില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ലക്ഷണങ്ങളിൽ ഒന്ന് കണ്ടെന്ന് മാത്രം കരുതി നിങ്ങളുടെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നെന്ന് ഒരു കാരണവശാലും പറയാനായിട്ട് കഴിയില്ല. മുദ്ര കുത്തരുത്. ഇതേ ലക്ഷണങ്ങൾ മാനസിക വിഷാദത്തിൽ വരാം, വിഷാദ രോഗത്തിൽ വരാം, സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ വരാം. പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് മൾട്ടിപ്പിൾ ഒരു 5 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നമ്മൾ ശ്രദ്ധിക്കുക കുട്ടിയെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനടുത്തോ ഡി അഡിക്ഷൻ സെന്ററിലോട്ടോ എത്രയും പെട്ടെന്ന് സഹായം തേടുക. കാരണം ലഹരിക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധം ശിക്ഷയല്ല, നേരത്തെ തിരിച്ചറിയലും സംയോജിതമായിട്ടുള്ള ഇടപെടലുമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ലഹരി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ആളുകളിലോട്ട് ഇത് ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കേരളത്തിൽ ഒരു ലഹരി വിമുക്തമാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.